അങ്ങനെയുള്ള വലിയ ചരിത്രം പേറുന്ന സഭയുടെ പൂർവികരായ പിതാക്കന്മാരുടെ അനന്തര തലമുറകളാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ. 52 തോമാസ് ലീഗ വന്നതും 72 കുന്തമുനിയ കുത്തപ്പെട്ടതും 325 നിക്കാ സുനദോസും 351 കുസന്തിനോപോലിസിലും 431 എഫോസൂസും 451 സഭയുടെ ആദ്യ വിഭജനം നൽകാ കൽക്കദൂൻ സുനകദോസും അതിനുശേഷം മലങ്കര സഭയുടെ ചരിത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 1599 മലങ്കര നസ്രാണിയ റോമൻ നുഖത്തിലേക്ക് കൊണ്ടുപോയ ഉദയംപേരു സുനകദോസിലേക്ക് അലസിസ് ഡി മെനിസസിന്റെ നേതൃത്വത്തിൽ മലങ്കര നസ്രാണിയെ റോമൻ നുഖത്തിലേക്ക് കൊണ്ടുപോയതും ദേശാഭിമാനവും ജാത്യാബോധമുള്ള മലങ്കര നസ്രാണി 54 വർഷങ്ങൾക്ക് ശേഷം 1653 പശ്ചാത്തലത്തിൽ പട്ടാഞ്ചേരിയിൽ കൂന്നംകുരിശിലൂടെ അറബിക്കടലിൽ റോമൻ നുഖത്തെ തള്ളിയതും അതിനുശേഷം 1665 പശ്ചാത്തലത്തിൽ യെരുശലേമിൽ നിന്ന് അബ്ദുൽ ജലീൽ മാർ ഗ്രിഗോറിയോസ് മലങ്കര സഭയിലേക്ക് കടന്നു വന്ന് അന്ത്യോക്യൻ ബന്ധം ആദ്യമായി ആരംഭിച്ചതും അതിനുശേഷമുള്ള മലങ്കര സഭയുടെ ചരിത്രത്തിൽ 1836 പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഇംഗ്ലീഷ് മിഷണറിമാർ ഇവിടേക്ക് വന്ന് മലങ്കര സഭയിൽ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷം കൊണ്ടുകൊണ്ട് മലങ്കര നസ്രാണിയെ നവീകരണത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ മാവേലിക്കര പടിയോലയിലൂടെ മലങ്കര നസ്രാണി അതിനെ ജയിച്ചതും അതിനുശേഷം 1842 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ അംഗമായ ഒരു മനുഷ്യൻ മാത്യൂസ് അത്താനാസ്യോസ് ശമാശൻ അന്ത്യോക്യയിലേക്ക് ആദ്യമായി പോയി 1843 തിരിച്ച് പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസ്യോസ് എന്ന മെത്രാപ്പോലിത്തെ തിരിച്ചു വരുമ്പോൾ നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചപ്പോൾ 1889 പശ്ചാത്തലത്തിൽ മർത്തോമാ സഭ എന്ന പുതിയ സംഘടന ഉണ്ടാക്കി മാറിയതും നവീകരണത്തിന്റെ ശീതകാറ്റ് മലങ്കര സഭയിൽ അടിച്ചതും 1876 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ അനുവാദമില്ലാതെ മലങ്കര സഭയിലേക്ക് വന്ന് മലങ്കര സഭ ഒന്നായി നിന്ന മലങ്കര സഭയെ ഛിന്ന ഭിന്നമായ ഭദ്രാസനമായി വെട്ടിക്കേറിയ പത്രോസ്തറിയം പാത്രിയാർക്കീസിന്റെ കടന്നുവരവും 1912 പശ്ചാത്തലത്തിൽ തെഗ്രീസിന്റെ തീരഭൂമിയിൽ നാമാവശേഷമായ കാതോലിക്കേറ്റ് മലങ്കര സഭയുടെ മണ്ണിലേക്ക് 1912 പശ്ചാത്തലത്തിൽ അന്ത്യോക്യയിൽ മാനം കറുത്താൽ ഇവിടെ പനിക്കുമെന്ന് പറഞ്ഞ കാലഘട്ടത്തിൽ 1912 പശ്ചാത്തലത്തിൽ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെയും അബ്ദേഹമസിയ പാത്രിയാർക്കീസിന്റെയും മുറിമറ്റത്തിൽ മാറിവാനിയോസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ 1912 കാതോലിക്കേറ്റിന്റെ പുനഃസ്ഥാപനവും അതിനൊന്നുകൂടെ വ്യാഖ്യാനം നൽകുമ്പോൾ അത് പേർഷ്യൻ മപ്രിയാനേറ്റും അന്ത്യോക്യൻ കാതോലിക്കേറ്റിന്റെ വലിയ അനുഭവങ്ങളെയും ഒക്കെ സമഞ്ജസമായി സമന്വയിച്ചുകൊണ്ട് മലങ്കര സഭയിൽ ഉണ്ടായതും അതിനുശേഷം 1930 പശ്ചാത്തലത്തിൽ മലങ്കര സഭയുടെ കാതോലിക്കയാകണമെന്ന് വല്ലാണ്ട് മോഹിച്ച് അത് സാധിക്കാതെ പോയപ്പോൾ 1930 പശ്ചാത്തലത്തിൽ മലങ്കര സഭയെ വഞ്ചിച്ച് മലങ്കര സഭ അംഗമായ ഒരു മനുഷ്യൻ മാറിവാനിയോസ് എന്ന മനുഷ്യൻ റീത്ത് എന്ന് പറഞ്ഞൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടായതും ഇന്ത്യക്ക് ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പേ 1934 പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ഉണ്ടാക്കിയ നക്കലിന്റെ അടിസ്ഥാനത്തിൽ ഗീവർഗീസ് തിതിയൻ ബാബയുടെ നേതൃത്വത്തിൽ പാസാക്കിയ മലങ്കര സഭയുടെ ഭരണഘടനയും അതിനുശേഷം 1958 പശ്ചാത്തലത്തിൽ മലങ്കര സഭയിൽ സമാധാനം സംജാതമായതും 1970 പശ്ചാത്തലത്തിൽ ഒരിക്കലും ഒന്നിക്കാൻ പറ്റാത്തതുപോലെ ഛിന്ന ഭിന്നമായി 2 സഭയായി മലങ്കര സഭ കീറിമുറിച്ചതും 1995 ഒരു കോടതിയുടെ ഫുൾ ബെഞ്ചിന്റെ വിധി പാത്രിയാർക്കീസിന്റെ അധികാരം ഡിമിനിഷിംഗ് ടു എ വാനിഷിംഗ് പോയിന്റ് എന്ന പുതിയ വിധിന്യായം മലങ്കര സഭയ്ക്ക് അനുകൂലമായി ഉണ്ടായതും 2017 ജൂലൈ 3 മലങ്കര സഭയുടെ 1934 ഭരണഘടന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം അഭയം ചെയ്തുകൊണ്ടുള്ള പുതിയ നീതിന്യായമൊക്കെ ഉണ്ടായ ചരിത്രങ്ങളെ നമുക്കറിയാം. പക്ഷെ ഇതിനൊക്കെ ഈ ചരിത്രങ്ങളെ കേട്ടുവെച്ച് നമ്മൾ വായിക്കുമ്പോൾ പ്രിയമുള്ളവരെ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് നാം ഇന്നായിരിക്കുന്നത്. നാം ഇന്നായിരിക്കുന്ന ഇടങ്ങളിൽ മലങ്കര സഭ എങ്ങനെ ആയിരിക്കുന്നു, പൂർവിക പിതാക്കന്മാർ എങ്ങനെ കഷ്ടപ്പെട്ടാണ് നാം ഇന്നായിരിക്കുന്ന ആരാധന സൗകര്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നതെന്നുള്ളത് നമ്മുടെ അനന്തര തലമുറകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രിയമുള്ളവരെ.